Welcome to EduZone. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ക്വയേഴ്സിലെ പ്രോബ്ലംസ് ആണ്. സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമുക്ക് ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്ത് കിട്ടുന്ന സംഖ്യയാണ് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3നെ 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും? 3 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ 9 എന്നാണ് 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്കൊരു 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ് കാണേണ്ടത്. അപ്പോൾ അതെങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം. അതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ അത് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ 64ൻ്റെ സ്ക്വയർ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത്. 64ൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ ചെയ്യാം? 64 സ്ക്വയർ. അപ്പോൾ ഇതൊരു 2 ഡിജിറ്റ് നമ്പറാണ് അല്ലേ. 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ കാണാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇത് 64 അല്ലേ. 64നെ നമുക്ക് എങ്ങനെ എഴുതാം? 60 + 4 എന്ന് എഴുതാം. സോ 60 + 4. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് a + b ഹോൾ സ്ക്വയർ = a² + 2ab + b². ഇങ്ങനെ ഒരു ഇക്വേഷൻ. ഇനി ഇത് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിനെ എങ്ങനെ ചെയ്താൽ മതി? ഫസ്റ്റ് നമ്പർ, അതായത് 60, അതിൻ്റെ സ്ക്വയർ ഇടുക. ഓക്കെ. പ്ലസ് 2 ഇൻറ്റു എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ ഇതിലെല്ലാത്തിനും ചെയ്യണം. അപ്പോൾ 2 × ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ലാസ്റ്റ് നമ്പർ, അതായത് സെക്കൻഡ് നമ്പറിനെ സ്ക്വയർ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള 64ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? 60യുടെ സ്ക്വയർ കാണാം. 60യുടെ സ്ക്വയർ എത്രയാണ്? 60യുടെ സ്ക്വയർ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. 6 × 6 36. പിന്നെ 2 0 ആഡ് ചെയ്താൽ മതി. സോ 3600 പ്ലസ് ഇനി 2 × 60 × 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 2 × 4 ചെയ്യാം. 8 × 6 എത്രയാണ്? 48. ദെൻ ഈ ഒരു 0 ആഡ് ചെയ്യാം. ഓക്കെ. ദെൻ ലെസ് 4 സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇനി ഈ 3 നമ്പേഴ്സും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഏതൊക്കെ നമ്പേഴ്സാണ്? 3600, 480, 16. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4096. അപ്പോൾ ഈ നമ്പറാണ് 64ൻ്റെ സ്ക്വയർ. അപ്പോൾ സിമ്പിളാണ്. ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ആ 2 ഡിജിറ്റ് നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 64 അങ്ങനെയാണെങ്കിൽ 60 + 4. 0 ഉള്ള നമ്പർ ഒരെണ്ണം എഴുതി, മറ്റേത് പ്ലസ് എത്രയാണോ അത് എഴുതാം. ഇപ്പോൾ 72 ആണെങ്കിൽ 70 + 2, 34 ആണെങ്കിൽ 30 + 4 അങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ 64ൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് 60 + 4 എന്ന് എഴുതാം. 60 + 4 എന്ന് എഴുതിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് 60യുടെ സ്ക്വയർ, ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ, ഇവിടെ ലാസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ. ഇടയിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 നമ്പറും നമ്മൾ ഇൻറ്റു ചെയ്യാം, കൂടാതെ ഒരു × 2 കൂടെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 3 നമ്പേഴ്സ് കിട്ടി അല്ലേ. അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്വയർ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ. അടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന നമ്പർ, സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന നമ്പർ 35 ആണ്. 35ൻ്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 35ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? 35 സ്ക്വയർ നമ്മൾ 64ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച പോലെ തന്നെ 35നെയും നമ്മൾ 30 + 5 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ 30 + 5 സ്ക്വയർ എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 × ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ പ്ലസ് 5ൻ്റെ സ്ക്വയർ. ആദ്യം 30യുടെ സ്ക്വയർ എഴുതി, അതിനുശേഷം 2 × ഫസ്റ്റ് നമ്പർ എഴുതി, പിന്നെ × സെക്കൻഡ് നമ്പർ എഴുതി, പിന്നെ ഈ സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ എഴുതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ, ഇവിടെ രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ. ഇടയിലാണ് നമ്മൾ ഈ 2 നമ്പർ ഇൻറ്റു ചെയ്യുക, ഇൻറ്റു ഒരു 2 കൂടെ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 30യുടെ സ്ക്വയർ എന്താ? 3 × 3 9, പിന്നെ 2 0 ആഡ് ചെയ്യുക അല്ലേ.
30യുടെ സ്ക്വയർ. ഇനി ഇതെങ്ങനെ ചെയ്യാം? 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 30 300. സോ നമുക്കിത് 300 എന്ന് കിട്ടും അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ 5ൻ്റെ സ്ക്വയർ, 5 ഇൻറ്റു 5 25. ഇനി ഈ മൂന്ന് നമ്പറും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 900 പ്ലസ് 300 പ്ലസ് 25, 5 2 12, 1 2 2 5. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ എന്ത് കിട്ടി? 35ൻ്റെ സ്ക്വയർ 1225 എന്ന് കിട്ടി. ഓക്കെ, എളുപ്പമല്ലേ? ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാ നമ്പറിൻ്റെയും, തന്നിരിക്കുന്ന എല്ലാ 2 ഡിജിറ്റ് നമ്പറിൻ്റെയും സ്ക്വയർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. അടുത്ത നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 47ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 47ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ 47നെ 40 + 7 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് 40 + 7 എന്ന് എഴുതി. ഇനി ഇതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ എഴുതാം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത് കഴിഞ്ഞ പ്രോബ്ലം. സ്റ്റെപ്പൊക്കെ സെയിം ആണ്. ആ സ്റ്റെപ്പ് മനസ്സിലാക്കി നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്? പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ? ഇനി ഇത് ചെയ്യാം. 40യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഇൻറ്റു 4 16, പിന്നെ 2 0 ആഡ് ചെയ്യും. പ്ലസ് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 ഇൻറ്റു 2 8, പിന്നെ 7 56. സോ 56 0 560 എന്ന് കിട്ടും അല്ലേ? ദെൻ പ്ലസ് 7ൻ്റെ സ്ക്വയർ 49. അപ്പോൾ ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1600 പ്ലസ് 560 പ്ലസ് 49 ആഡ് ചെയ്യുമ്പോൾ 9012 നമുക്ക് 2209 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് 47ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് 53യുടെ സ്ക്വയർ എന്താണെന്ന് ചെയ്ത് നോക്കാം. 53യുടെ സ്ക്വയർ ആണ് ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് അല്ലേ? 53യുടെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്താൽ മതി? 53നെ 50 + 3 എന്ന് എഴുതാം. അപ്പോൾ നമ്മളതിനെ 50 + 3 സ്ക്വയർ അല്ലേ? 50 + 3യുടെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 50യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ? ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തത് ഇൻറ്റു ഒരു 2 പ്ലസ് ലാസ്റ്റ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. ഇനി ഇത് ചെയ്യാം. 5 ഇൻറ്റു 5 25, 2 0 ആഡ് ചെയ്യാം അല്ലേ? 50യുടെ സ്ക്വയർ പ്ലസ് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 3 30, 30 0, അതായത് 300. ഇങ്ങനെ സ്പീഡിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 2 6, 6 5s 30, 30 എഴുതി, പിന്നെ 0 ഇവിടെ കിട്ടും. ദെൻ പ്ലസ് 3 ഇൻറ്റു 3 9. ഇനി 3 ഡിജിറ്റും കൂടെ നമുക്ക് മൂന്ന് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 2500 300 9 9082. അപ്പോൾ നമുക്ക് 2809 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 53യുടെ സ്ക്വയർ 2809 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇതും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് പ്രോബ്ലം ഉള്ളത്, ലാസ്റ്റ് ഒരു 2 ഡിജിറ്റ് കൂടെ ചെയ്യാനായി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് 88ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ലാസ്റ്റ് അവർ തന്നിരിക്കുന്നത് 88ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 88ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ 88നെ 80 + 8 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? 80 + 8 ആണ് 88. ഇനി നമ്മൾ സാധാ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. ഈ സ്റ്റെപ്പ് എല്ലാത്തിനും കോമൺ ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക നന്നായിട്ട്. ഓക്കെ, 80യുടെ സ്ക്വയർ എത്രയാണ്? 8ൻ്റെ സ്ക്വയർ 64, പിന്നെ 2 0 ആഡ് ചെയ്യാം. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു 80 ഇൻറ്റു 8. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? 2 ഇൻറ്റു 80 ഇൻറ്റു 8 ആണ്. അപ്പോൾ 8 8s 64, 64 ഇൻറ്റു 2 എന്ത് കിട്ടും? 128, 128, പിന്നെ 0 ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് 8ൻ്റെ സ്ക്വയർ 64. ഇനി ഈ 3 നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6400, 6400, 1280
and 64 എല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7744, അതായത് 7744 എന്ന് കിട്ടും. അപ്പോൾ അതാണ് 88ൻ്റെ സ്ക്വയർ. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. ഇതാണ് ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത്. നിങ്ങളുടെ ബുക്കിൽ കുറേ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്നിട്ട് ഇങ്ങനെയാണ് അത് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഇക്വേഷൻ മോഡലിൽ ചെയ്താൽ മതി ഏത് 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് എക്സസൈസിൽ കൊടുത്തിരിക്കുന്ന ഒരു 5 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കാണാൻ പറഞ്ഞതാണ്. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ സ്റ്റെപ്പ് എല്ലാവരും ഓർത്ത് വെക്കണം. ഇത് വെച്ചിട്ട് ഈ സ്റ്റെപ്പ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എല്ലാ 2 ഡിജിറ്റ് നമ്പറിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ഓക്കെ.